അർജന്റീന എന്ന സ്ഥലം മുൻപ് നമ്പൂതിരിമാർ മാത്രം വസിച്ചിരുന്ന അന്തർജനം എന്ന രാജ്യമായിരുന്നു. നമ്മൾ ഉണരണം. ടീച്ചർ ഉണർന്നല്ലോ. ടീച്ചറെ ഈ അയോധ്യയിലെ സ്വർണങ്ങളും വെള്ളിയും ആഭരണങ്ങളും പണവും കോടിക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് പോയില്ലേ, അത് സ്വന്തം ആൾക്കാരായതുകൊണ്ട് അപ്പൊ ഉറങ്ങിയതാണ്. ഇതുവരെ നല്ല കൂർക്കം വെച്ച് ഉറക്കത്തിലായിരുന്നു. ടീച്ചർ ഉണർന്നിരിക്കുന്നു. എന്താണെന്ന് മനസ്സിലായ? അർജന്റീന എന്ന് പറഞ്ഞ രാജ്യം അത് കംപ്ലീറ്റും ബ്രാഹ്മണർ മാത്രം താമസിക്കുന്ന ഒരു രാജ്യമാണെന്നാണ് ടീച്ചർ പറയുന്നത്. അപ്പൊ മെസ്സി ആരായിരുന്നു? അവിടുത്തെ മേൽശാന്തി. റഹ്മാനായ റബ്ബേ, തലച്ചോറിന്റെ ഒരു വളർച്ചയാണ് ഞാൻ നോക്കി. എല്ലാവരും എന്തിനാ തോന്നുന്നല്ലേ? അപ്പൊ ടീച്ചറെ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ ഹിന്ദുക്കളെയും പിടിച്ച് വളർത്തു. അർജന്റീനയുടെ വേൾഡ് കപ്പ് വന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ലീവ് എടുത്തിരിക്കുന്നു. ഇപ്പോഴാ മനസ്സിലായി ആ പേരിലുള്ള മേനോനും നിങ്ങളും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ധാർമ്മികത നിങ്ങൾക്ക് ഉണർന്നതാണ്. അപ്പൊ ഹിന്ദു ഉണരൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ വെള്ളം കളിക്ക്, മൂലം വെള്ളം കളിക്ക് പോലും അവധി കൊടുക്കില്ല എന്ന് പറഞ്ഞ നമ്മുടെ മുഖ്യൻ ഈ കാര്യത്തിന് അവധി കൊടുത്ത് ടീച്ചർ പറഞ്ഞിട്ടാ. അതായത് ബ്രാഹ്മണർ മാത്രം താമസിച്ചിരുന്ന അന്തർധനം എന്നൊരു രാജ്യമാണ് അർജന്റീന. അതിന് പേര് മാറ്റിയതാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എങ്ങനെ ഒരു അവധി കൊടുക്കാൻ കാരണം. അതിനെന്തായാലും ജോറായിരുന്നു ടീച്ചറെ. നല്ല കാര്യം. ഇപ്പൊ ഹിന്ദുക്കളെ എല്ലാവരും ഉണരൂ, നേരത്തെ ഉണരൂ, 2 മണിക്ക് എണിക്കൂ, മൂത്രം ഒഴിക്കൂ, പോയി കിടന്നിറങ്ങും. ഇതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ടീച്ചർമാരുണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുള്ളൂ. ഇതൊരു പുതിയ അറിവാണ്, നല്ലൊരു അറിവല്ലേ. ഇത് നല്ല അറിവ് എല്ലാവരിലേക്കും എത്തിക്കുക. ഈ സംഘികൾ ഇത്രയും പൊട്ടന്മാരാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ ഈ കളിയാക്കുമെങ്കിലും യവന്മാർ ഇത്രയും പൊട്ടന്മാരാണെന്ന് സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ.